ഡാഡി, പണം ഇല്ലാത്തവരെ കുറിച്ച് ഡാഡിയുടെ അഭിപ്രായം എന്താ? പണവാ? പണം എന്തിനാ മോളെ? ക്യാരക്ടറും കമ്മിറ്റ്മെന്റും വേണം. പണം എന്താ മോളെ? ഇന്ന് വരും നാളെ പോവും. പക്ഷേ ഒന്നുമില്ലെങ്കിലും ക്യാരക്ടർ മാത്രം അവസാനം വരെ കാണണം മോളെ. അപ്പോഴേ അവന് മാധവനെ പോലെ വരാൻ പറ്റൂ. ക്യാരക്ടർ കമ്മിറ്റ്മെന്റ്. അത് പിന്നെ ഡാഡിയെ പോലെ ഒരു ഡാഡിയെ പോലെ ഇരിക്കാൻ പറ്റില്ല മോളെ. അല്ല, മാധവ സിംഗിൾ പീസാണ് മോളെ. അല്ലെങ്കിൽ അവിടെ എവിടെയോ തുടങ്ങി കഷ്ടപ്പെട്ട്. ആദ്യം ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ആ പറ മോളെ. അത് ഞാൻ കോളേജില്. അതെ, ഈ സമയത്ത് നീ എന്താ ഇവിടെ ചെയ്യുന്നേ? എന്താ ഞാൻ അറിയാണ്ട് നിങ്ങൾ രണ്ടുപേരും സീക്രട്ട് പറഞ്ഞോണ്ടിരിക്കുക? ഇതുവരെ സീക്രട്ട് ആയിരുന്നു, പക്ഷെ ഇപ്പോ നീ വന്നില്ലേ. ഇരിക്കവിടെ തുടങ്ങിയല്ലേ? ഇന്ന് ഓഫീസില് കാലത്തെ 3 ഫ്രണ്ട്സ് വന്നിരുന്നു. നമ്രതയുടെ കല്യാണം കുറിച്ച് അവര് സംസാരിച്ചിരുന്നു. അല്ല, ഈ മാധവന്റെ മോളെ കല്യാണം എന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവണം, എങ്ങനെ അവന് ഇങ്ങനെ ഒരു കല്യാണം കഴിപ്പിച്ചെന്ന് ആലോചിക്കും. എന്റെ മൊത്തം സ്വത്തും ഞാൻ ഇതിനു വേണ്ടി ചെലവാക്കും മോളെ. ഡാഡി ഒരുപാട് കുടിച്ചു, ഇനി മതി. ചെന്ന് കിടന്ന് ഉറങ്ങിയേ. മമ്മി പ്ലീസ് ഡാഡിയോടൊന്ന് പറഞ്ഞേ. മതി, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക. ചെല. ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ് ഡാഡി. ഇപ്പൊ തന്നെ വൈകി, ഇന്നേക്കിത് മതി. വാ കിടക്കാം. ലേറ്റ് ആയിക്കൊണ്ടിരിക്കുക. നാളെ രാവിലെ ഓഫീസിൽ പോണ്ടതല്ലേ? 5 നിമിഷം ഒന്നും വേണ്ട, വാ പോവാ. ഡാഡിക്ക് പ്രവീണിനെ ഓർമ്മയില്ലേ? ഞാൻ അവനെ സ്നേഹിക്കുകയാണ് ഡാഡി. എനിക്ക് അവനെ ഒരുപാട് ഇഷ്ടമാണ്. അവനെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. No, wait. ഡാഡി, എനിക്ക് പ്രവീണിനെ ഒരുപാട് ഇഷ്ടമാണ്. അവനെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഡാഡിക്ക് പ്രവീണിനെ ഓർമ്മയില്ലേ? അവനെ ഞാൻ സ്നേഹിക്കുകയാണ്. അവനെ ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഹായ് ഡാഡി. അമ്മേ ടിഫിൻ. എന്താ ഡാഡി? നമ്രത, ഇന്നലെ തൊട്ട് നീ ശരിയല്ലല്ലോ. എന്ത് പറ്റിമോളെ നിനക്ക്? ഡാഡിയോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഏട്ടാ പറ. ഞാനൊരു ചെറുക്കനെ സ്നേഹിക്കുന്നു ഡാഡി. അവൻ എന്ത് പണിയെടുക്കുന്നേ? സ്റ്റിൽ എഡ്യൂക്കേഷൻ ഡാഡി. നിന്റെ കൂടെ പഠിക്കുന്ന കുട്ടിയാണോ? അതെ ഡാഡി. നിന്റെ എല്ലാ ഫ്രണ്ട്സിനെയും എനിക്ക് പരിചയമുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അവനെ എനിക്ക് പരിചയം കാണുമല്ലേ? അവന്റെ പേരെന്താ? പ്രവീൺ. നമ്രതയുടെ അറിവിനെ കുറിച്ച് എൻ്റെ മനസ്സിൽ ഒരു സംശയവും ഇല്ലെങ്കിലും അവൾ ഒരുത്തനെ സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ അവൻ എങ്ങനത്തവനായിരിക്കുമെന്ന് അവനെക്കുറിച്ച് അന്വേഷിച്ച് മുഴുവനും അറിഞ്ഞതിന് ശേഷം തന്നെ അവളുടെ അടുത്ത് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് ആ സമയത്ത് എൻ്റെ വായടച്ച് മിണ്ടാതിരുന്നു.
അവന്റെ ക്യാരക്ടർ നല്ലതല്ല, അവന്റെ കുടുംബത്തിനെ കുറിച്ച് ഈ നാട്ടിൽ ഒരാൾക്കും നല്ല അഭിപ്രായം ഇല്ലെന്നുള്ളത് എനിക്കറിയാം. എങ്ങനെ? ഞാൻ അന്വേഷിച്ചു. ഡാഡി അന്വേഷിച്ചു കാണും, പക്ഷെ എനിക്കറിയാം. എങ്ങനാ? ഞാൻ അവന്റെ വീട്ടിൽ പോയി ഡാഡി. അവരൊക്കെ വളരെ നല്ല ഫാമിലിയാ. എന്തിനാ മോളെ വീട്ടിൽ? അല്ല, നിങ്ങൾക്ക് എന്താ പ്രവീണിനോട് ഇത്ര വെറുപ്പ്? മോളെ, ഞാൻ അതിനെ കുറിച്ച് സംസാരിച്ചാൽ മനസ്സിലാക്കാനുള്ള വയസ്സില്ല. ഡാഡിയുടെ അടുത്ത് നല്ല അഭിപ്രായവും സ്നേഹവും വിശ്വാസവും ഉണ്ടെങ്കിൽ ഇതിനെ കുറിച്ച് സംസാരിക്കണ്ട. ഡാഡിയുടെ അടുത്ത് റെസ്പെക്ട് ഉള്ളത് കൊണ്ടാണ് ഈ കാര്യം ഞാൻ ആദ്യം ഡാഡിയോട് പറഞ്ഞ. പക്ഷെ ഇങ്ങനെ ഒരു റിയാക്ഷൻ ഞാൻ പ്രതീക്ഷിച്ചില്ല. അല്ല നമ്രത, ആ പയ്യൻ നമ്മുടെ ഫാമിലിക്ക് ചേരുന്നവനല്ല. ഞാൻ പറയുന്ന കേക്ക്. നീ അവന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ അവന്റെ പറ്റില്ല. അടുത്ത് കാശില്ലാത്തോണ്ടാണോ? നമ്രത, നീ വളർന്ന വിധം വേറെ, അവൻ വളർന്ന പരിസ്ഥിതി വേറെ. ഒന്ന് മനസ്സിലാക്കുമോളെ. ക്യാഷ് ഫീലിംഗാ? എന്താടി ഇത്? ജീവിതത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വളർന്നു വന്നവനാ ഞാൻ മോളെ. ഏത് ജീവിതം? നീ പുസ്തകത്തിൽ പഠിച്ചത് വിശ്വസിക്കുന്നു, ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചത് വിശ്വസിക്കുന്നു. പുസ്തകം അതേതാ? ഡാഡി പറഞ്ഞത് കേട്ട് ഈ വിഷയം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. അവനെ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവരാതെ. അവര് വളരെ നല്ലവരാ ഡാഡി. ഡാഡി കാര്യം പറയൂ. അവനും അവന്റെ കുടുംബവും നിന്റെ അടുത്ത് നന്നായിട്ട് ഇടപഴകുന്നത് നിന്റെ അടുത്തുള്ള കാശ് കണ്ടിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാശ് ഒരു കാര്യമല്ലെന്ന് ഇപ്പോഴല്ലേ ഡാഡി പറഞ്ഞത്? പറയൂ. നീ എന്താ മോളി പറയുന്നത്? അല്ല, ഒരു പയ്യനെ സ്നേഹിക്കുന്നത് തെറ്റാണെന്നാ? അവനെ സ്നേഹിക്കുന്നത് തെറ്റ് എന്താ തന്നെയാണ്. അത്? ആദ്യം ഒരു റീസൺ പറയൂ. നമ്രത, ആ പറയൂ ഡാഡി. അവൻ വേണ്ട മോളെ. ഷെടാ, എനിക്ക് പ്രവീൺ വെച്ചാൽ ഇഷ്ടമാണ് ഡാഡി. ഞാൻ അവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അവനെ കാട്ടിൽ ലക്ഷണമുള്ള നല്ല ചെറുക്കനെ കണ്ട് ഈ നാട്ടുകാരെ മുമ്പ് നിനക്ക് കല്യാണം കഴിപ്പിച്ചു വെച്ചാൽ ഞാൻ പറയണ ഡാഡി, കേക്ക്. എനിക്ക് പ്രവീൺ ഇഷ്ടമാണെന്ന് പറയുമ്പോ എവനെ ഓർത്തിനെ കല്യാണം കഴിക്കാൻ പറയുന്നു? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? അല്ല, എനിക്ക് എന്ത് വട്ടാണെന്നാണോ നിങ്ങളുടെ വിചാരം? നിങ്ങളുടെ ദൃഷ്ടിയിൽ ഞാൻ പൊട്ടിയാണല്ലേ? നമ്രത, നീ എന്താ ഈ പ്രേമം മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? മര്യാദയ്ക്ക് പഠിക്കാൻ നോക്ക്. നീ സംസാരിക്കുന്നത് അച്ഛനോടാണ്, അത് മറക്കണ്ട. അറിയാം. എന്താ ഇത്? പറയൂ. എന്നാൽ ഇനി അമ്മ പറ. ഇത്രയും നേരം വായിട്ട് അലച്ചതല്ലേ, ഇപ്പൊ മിണ്ടാതിരിക്കുന്നത് എന്തിനാ? നല്ല കുട്ടിയല്ലേ, പറയുന്നത് കേൾക്കുമോളെ. മോളെ, എന്താ മോളെ ഇതൊക്കെ? ഞാൻ പ്രവീൺ അല്ലാതെ വേറെ ആരെയും കെട്ടില്ല ഡാഡി. ഇനി എന്നെ ഫോഴ്സ് ചെയ്യാൻ ട്രൈ ചെയ്തെങ്കിൽ പ്രവീൺ ഈ വീട്ടിലെ മരുമകൻ ഫിക്സ് ആയിക്കുള്ളൂ. അവനും അവന്റെ കുടുംബവും ഒത്തുചേർന്നു പ്ലാൻ ചെയ്ത് എൻ്റെ മോളെ ട്രാപ്പിലാക്കിയിരിക്കുന്നു എന്നത് എനിക്ക് മനസ്സിലാവുന്നു. അവൻ എന്തിനാ എൻ്റെ മകളുടെ പുറകെ ചുറ്റിക്കറങ്ങുന്നേ? അവന്റെ പ്ലാൻ എന്താണെന്ന് ആദ്യം മനസ്സിലാക്ക്. ഈ പ്രാവശ്യം അവന് കൊടുക്കുന്ന വാർണിംഗ് വാക്കുകൊണ്ടാകരുത്. മനസ്സിലായി ചേട്ടാ, ഞാൻ നോക്കിക്കോളാം. നമ്രത റൂമിലുണ്ട്. ഇന്ന് കോളേജിൽ പോയില്ലേ? വനജ, മോള് ആഹാരം കഴിച്ചോ? ഇല്ല.